to this video. ഈ ഒരു വീഡിയോയിൽ നമുക്ക് കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്ന ഫീൽഡിന് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലോട്ട് മൂവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്കറിയേണ്ട കുറച്ച് ഇമേജിൻ്റെ കുറച്ച് പ്രീ പ്രോസസ്സിങ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെ ചെയ്യാം, എന്തൊക്കെ ലൈബ്രറീസാണ് കോമൺ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കമ്പ്യൂട്ടർ വിഷന് വേണ്ടി മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇമേജ് ഫണ്ടമെൻറ്റൽസ്, ഇമേജ് ലോഡ് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ പ്രീ പ്രോസസ്സിങ് പൈപ്പ് ലൈൻ, ഇമേജസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, മാസ്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന എക്സസൈസസ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ലൈബ്രറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OpenCV ആണ്. അപ്പോൾ OpenCVയുടെ ഇൻസ്റ്റാളേഷൻ വരുന്നത് pip install OpenCV-Python എന്ന് പറഞ്ഞ് വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. പിന്നെ ഇമേജ് ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് പില്ലോ എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഉണ്ട്. പിന്നെ നമ്മുടെ യൂഷ്വൽ പ്ലോട്ടിംഗ്, ഡിസ്പ്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി matplotlib. ദെൻ ഇഫ് യു വാണ്ട് നമുക്ക് PyTorch ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ PyTorch ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് ടോർച്ച് വിഷൻ, ഇങ്ങനെയുള്ള ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യാം. ബട്ട് ഫോർ ബേസിക് പ്രീ പ്രോസസ്സിങ് നമ്മൾ മോസ്റ്റ്ലി ഇതിൽ യൂസ് ചെയ്യുക ഇമേജസിന് വേണ്ടിയിട്ട് OpenCV-Python പില്ലോയും matplotlib ആയിരിക്കും യൂസ് ചെയ്യുക. ദെൻ ആസ് യൂഷ്വൽ നമുക്ക് NumPy പോലുള്ള ലൈബ്രറീസ് ആവശ്യം വരും. അപ്പോൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് സെല്ലിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു OpenCVയുടെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ OpenCVയുടെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് വരിക import CV2 എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, ലൈബ്രറിയുടെ പേര് OpenCV എന്നാണെങ്കിൽ പോലും അതിൻ്റെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് import CV2 എന്നുള്ള രീതിയിലാണ്. നേരെ മറിച്ച് ഇൻസ്റ്റാളേഷൻ വരുന്നത് pip install OpenCV-Python എന്നുള്ള രീതിയിലുമാണ്. അപ്പോൾ ഇവിടെ ഞാൻ NumPy അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ matplotlibൻ്റെ ഫിഗർ സൈസ് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ RC params എന്ന് പറയുന്ന അട്രിബ്യൂട്ടിൽ 6,6 എന്ന് പറയുന്ന ഡയമെൻഷൻ സെറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് കോഡ് ബ്ലോക്കിൽ ഇവിടെ ഈ ഒരു കാണിച്ചിരിക്കുന്ന ഇമേജ് ഫണ്ടമെൻറ്റൽസ് എന്ന് പറയുന്ന ബ്ലോക്കിൽ ഇവിടെ മെയിനായിട്ടും ഒരു ഇമേജ് ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഫോർമാറ്റ് ചെക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ഫോർമാറ്റ് പ്രിൻ്റ് ചെയ്യുക. അതായത് പല ഫോർമാറ്റിലുള്ള ഇമേജസ് ഉണ്ട്. JPEG ഉണ്ട്, PNG ഉണ്ട്, GIF ഇമേജസ് ഉണ്ട്, അങ്ങനെ പല ഫോർമാറ്റുണ്ട്. അപ്പോൾ ലോഡ് ചെയ്ത ഇമേജിൻ്റെ ഫോർമാറ്റ് പ്രിൻ്റ് ചെയ്യാനും അതിൻ്റെ കളർ സ്കീംസ് മനസ്സിലാക്കാനും അതിൻ്റെ ഡയമെൻഷൻ മനസ്സിലാക്കാനുമാണ് ഈ ഒരു സെല്ലിൽ അതിന് വേണ്ടുന്ന കോഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പില്ലോ എന്ന് പറയുന്ന ലൈബ്രറിയുടെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈ രീതിയിലാണ്. പിൽ എന്ന് പറയുന്ന പേര് വെച്ചിട്ടായിരിക്കും അത് വിളിക്കുക. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇമേജ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ ആക്ച്വലി ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഫ്രം പിൽ ഇമ്പോർട്ട് ഇമേജ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ matplotlibഉം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സപ്പോസ് എൻ്റെ കയ്യിലൊരു ഇമേജ് ഉണ്ടെന്ന് വിചാരിക്കുക, sample.jpg. ഇവിടെ എൻ്റെ വർക്ക് സ്പേസിൽ അപ്ലോഡ് ചെയ്ത ശേഷം image.open എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഇമേജ് ലോഡ് ചെയ്ത് കിട്ടും, അതിൻ്റെ ഒബ്ജക്റ്റ് ലോഡ് ചെയ്ത് കിട്ടും. സോ വൺസ് ആ ഒബ്ജക്റ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഫോർമാറ്റ് അറിയാൻ പറ്റും, അതിൻ്റെ മോഡ് അറിയാൻ പറ്റും, അതിൻ്റെ സൈസ് അറിയാൻ പറ്റും. സോ ഞാനിവിടെ ഫോർമാറ്റ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് JPEG എന്നുള്ള രീതിയിലാണ് കിട്ടുക. മോഡ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്താൽ .mod എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക അതിൻ്റെ കളർ സ്കീമാണ്. അപ്പം RGB കളർ സ്കീമിലാണുള്ളത്. അതുപോലെ തന്നെ .size എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് കിട്ടുന്നതായിരിക്കും. സോ ആദ്യം വരുന്നത് വിഡ്ത്ത്, സെക്കൻഡ് വരുന്നത് ഹൈറ്റ്. ആ ഒരു രീതിയിലാണ് അതിൻ്റെ വാല്യൂസ് റിട്ടേൺ ചെയ്ത് വരുന്നത്. ഇനി ഇതിനെ ഒരു NumPy അറേയാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എനിക്ക് NumPy ഇമ്പോർട്ട് ചെയ്ത ശേഷം np.array എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചാൽ എനിക്കതൊരു NumPy അറേയാക്കി മാറ്റും. സോ ഇതൊരു കളർ ഇമേജ് ആയതുകൊണ്ട് തന്നെ ഇതിൽ 3 ചാനൽസ് ഉണ്ട് ഫോർ ഈച്ച് കളർ, റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഓരോ ചാനലിൻ്റെയും സൈസ് എന്ന് പറയുന്നത് ഈ ഇമേജിൻ്റെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റിന് അനുസൃതമായിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ 300 എന്ന് പറയുന്ന ഹൈറ്റും 200 എന്ന് പറയുന്ന വിഡ്ത്തുമാണ് ഈ ഇമേജിനുള്ളത്. അതുകൊണ്ട് തന്നെ 3 ചാനൽസ് ഉണ്ട്. സോ എനിക്കിതിൻ്റെ ഷേപ്പ് പ്രിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ NumPy അറേയാക്കിയ ശേഷം ഷേപ്പ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 300/200/3 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഷേപ്പ് ആയിരിക്കും കിട്ടുക. ഇനി സപ്പോസ് വൺസ് ഇതൊരു NumPy അറേയാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യാൻ സാധിക്കും. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ക്രോപ്പിംഗ് ഓപ്പറേഷനാണ്. അപ്പം ഫോർ എക്സാമ്പിൾ എനിക്കിതിൻ്റെ ലെഫ്റ്റ് ഹാഫ് വെർട്ടിക്കലി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇതിൻ്റെ ലെഫ്റ്റ് ഹാഫ് മാത്രം മതി എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ സാധിക്കും?
നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാം. അതായത് നംപൈ അറയാക്കി മാറ്റിയ ശേഷം നമുക്കതിൻ്റെ എല്ലാ റോസും റിട്ടേൺ ചെയ്യാം. ബട്ട് കോളംസ് ഇതിൻ്റെ മിഡിൽ പാർട്ടിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടുള്ളത് ഒഴിവാക്കിയായി നമുക്കതിനെ ഇൻഡെക്സ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇൻഡെക്സിങ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്രോപ്പിംഗ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഇപ്പോൾ പറഞ്ഞ റിക്വയർമെൻറ്റിൽ എനിക്ക് പകുതിക്ക് ശേഷമുള്ള പാർട്ട് വേണ്ട, അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് വേണ്ട, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം മതി. അപ്പോൾ അതിനായിട്ട് ഈ സിമ്പിൾ ഇൻഡെക്സിങ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇവിടെ ആദ്യം ഇൻഡെക്സിങ്ങിൽ കൊടുത്തിരിക്കുന്നത് കോളൻ എന്ന് പറഞ്ഞാണ്. ദാറ്റ് മീൻസ് എല്ലാ റോസും റിട്ടേൺ ചെയ്യണം. സെക്കൻഡ് കോമയ്ക്ക് ശേഷം ഇവിടെ കൊടുത്തിരിക്കുന്നത് കോളൻ 100. സോ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഇമേജിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 200 ആണ്. സോ കോളൻ 100 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 100 0 to 99 കോളംസ് റിട്ടേൺ ചെയ്യാനാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നേരെ പകുതിയായി മാറും, വെർട്ടിക്കലി നേരെ സ്പ്ലിറ്റ് ആവും. അതുപോലെ ചാനൽസ് എല്ലാം അതുപോലെ തന്നെ ആസച്ച് നിലനിർത്തുക എന്നാണ് ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് എനിക്ക് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ എല്ലാം വേണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ 300 200/3 ആയിരുന്ന ഇമേജ് 300 100/3 ആയോ. അതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലെഫ്റ്റ് ഹാഫ് മാത്രം വരുന്ന ഇമേജാക്കി നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സോ ഇതൊരു ബേസിക് ക്രോപ്പിംഗ് ഓപ്പറേഷനാണ് ചെയ്തത്. ഇതുപോലെ നിങ്ങൾക്ക് സിമിലറായിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ അപ്പർ ടോപ്പ് പോർഷൻ മാത്രമായിട്ട് എടുക്കാം, അങ്ങനെയൊക്കെ അപ്പർ ഹാഫ് മാത്രമായിട്ട് എടുക്കാം, അങ്ങനെയൊക്കെ പല രീതിയിൽ എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ മിക്സ് ഓഫ് ബോത്ത്, അതായത് ഇപ്പോൾ ഒരു ഐസ് ആൻഡ് നോസ് വരുന്ന പോർഷൻ മാത്രം എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പിക്സൽ വാല്യൂസ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ഇൻഡെക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇമേജ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമുക്ക് ആസ് ഓഫ് നൗ നമ്മൾ IM ഷോ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തത്. സോ മറ്റ് മെത്തേഡുകളുമുണ്ട്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഐ ആം ആക്ച്വലി ലോഡിങ് images of 2 different formats and just displaying the images using IM show function. ഇനി ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിളിൽ കളർ സ്കീമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ എന്ന് പറയുന്നതാണ് ഡിഫോൾട്ടായിട്ട് ഇമേജസിന് വരുന്ന കളർ സ്കീം എന്ന് പറയുന്നത്. പക്ഷേ OpenCV ബൈ ഡിഫോൾട്ടായിട്ട് BGR ബ്ലൂ, ഗ്രീൻ, റെഡ് എന്ന ഫോർമാറ്റിലായിരിക്കും അത് റീഡ് ചെയ്ത് വരിക. സോ അവിടെ ഒരു ചെറിയ കൺവേർഷൻ ആവശ്യമായിട്ട് വരും. OpenCVയുടെ ലൈബ്രറി ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇമേജ് ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു കൺവേർഷൻ ആവശ്യമാണ്. അപ്പോൾ OpenCV വെച്ച് എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. OpenCV ഇമ്പോർട്ട് ചെയ്ത ശേഷം ഇമ്പോർട്ട് CV2 ഇമ്പോർട്ട് ചെയ്ത ശേഷം CV2.im read എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമുക്കത് ലോഡ് ചെയ്യാൻ സാധിക്കുക. സോ വൺസ് ആ ഇമേജ് ലോഡ് ചെയ്ത് നമ്മളൊരു ഒബ്ജക്റ്റിൽ സ്റ്റോർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് CV2.cvt color എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇതിനെ നമുക്ക് കളർ സ്കീം കൺവേർഷൻ പറ്റും. അതായത് CV2.color_BGR to RGB എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് RGB ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് തിരിച്ച് കിട്ടുന്നതായിരിക്കും. സോ ആ രീതിയിൽ കൺവേർട്ട് ചെയ്ത ശേഷം ഇതിനെ IM ഷോ വെച്ച് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് പില്ലോ വെച്ചിട്ട് image.open വെച്ചും ഇമേജ് ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ OpenCVയുടെ CV2.im read വെച്ചിട്ടും ഇമേജ് ലോഡ് ചെയ്യാം. ബട്ട് OpenCV ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു കളർ സ്കീം കൺവേർഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ റീസൈസ് ചെയ്യുക, അതായത് ഇമേജസിനെ ചെറുതാക്കുക, അതിൻ്റെ സൈസ് കുറയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ഓപ്പറേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഫങ്ഷൻസ് OpenCVയിലുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഇമേജസിൻ്റെ ഷേപ്പിംഗ് ആവശ്യമായിട്ട് വരും. കാരണം ഓരോ ഇമേജും ഓരോ സൈസിൽ വരുന്ന ഇമേജ് ആണെങ്കിൽ എല്ലാം ഒരു യൂണീക്ക് ഷേപ്പിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്കിലും കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്കിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞാൻ സെയിം ഇമേജ് തന്നെ പില്ലോ ലൈബ്രറി വെച്ച് ഓപ്പൺ ഫംഗ്ഷൻ വെച്ച് ഓപ്പൺ ചെയ്തു. അതിനുശേഷം .resize എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഞാനതിനെ ചെറുതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒറിജിനലി ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ 300/200 ആണ്. വിഡ്ത്ത് ഹൈറ്റ് 300ഉം വിഡ്ത്ത് 200ഉമായിട്ടുള്ളത്. സോ ഇതിനെ റീസൈസ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ വിഡ്ത്ത് എത്രയാക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം, അതുപോലെ ഹൈറ്റ് എത്രയാക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം. സോ എനിക്ക് വിഡ്ത്ത് 200 എന്ന് പറയുന്ന വിഡ്ത്തിനെ എനിക്ക് 100 ആക്കണം, അതുപോലെ 300 എന്ന് പറയുന്ന വിഡ്ത്തിനെ 150 ആക്കണം. നേരെ ഹാഫ് സൈസ് ആക്കാനാണ് ഞാനവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് img.resize എന്ന് പറഞ്ഞ് ഈ രീതിയിൽ കൊടുത്തിരിക്കുന്നത്.
അതിനുശേഷം റീസൈസ് ചെയ്ത ഇമേജിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം, വേണമെങ്കിൽ വേറൊരു ഫയലായിട്ട് സേവ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോസിബിളാണ്. സോ അത് രണ്ടുമാണ് ഇവിടെ ഡോട്ട് സേവ് ഫംഗ്ഷൻ വെച്ച് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇവിടെ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഡോട്ട് റീസൈസ് ഫംഗ്ഷനിൽ നമ്മൾ വിഡ്ത്ത് കോമ ഹൈറ്റ് എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ബട്ട് നമ്മൾ ഷേപ്പ് പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഹൈറ്റ് കോമ വിഡ്ത്ത് എന്നുള്ള ഫോർമാറ്റിലാണ് കിട്ടുക. കാരണം റോസ് ഇൻറ്റു കോളംസ് ഇൻറ്റു ചാനൽസ് ആ രീതിയിലാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കളർ സ്കീം കൺവേർഷൻ കണ്ടു, BGR to RGB. അതുപോലുള്ള മറ്റൊരു കൺവേർഷനാണ് BGR to ഗ്രേ സ്കെയിൽ. അപ്പോൾ ഇവിടെ ഒരു ചാനൽ, അതായത് 3 ചാനൽ ഉള്ളതെല്ലാം ആവറേജ് ഔട്ട് ചെയ്ത് ഡിസ്കാർഡ് ചെയ്ത് ഒരു സിംഗിൾ ചാനൽ ആക്കി മാറ്റും. ഗ്രേ സ്കെയിൽ ഇമേജ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ നമുക്ക് CVT കളർ IMG CV2.color_BGR to ഗ്രേ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത്, OpenCVയുടെ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഗ്രേ സ്കെയിൽ കൺവേർഷൻ പോസിബിളാണ്. വൺസ് ഗ്രേ സ്കെയിൽ കൺവേർട്ടഡ് ആയി കഴിഞ്ഞാൽ നമുക്കതിനെ തിരിച്ച് റൈറ്റ് ചെയ്യാവുന്നതാണ് ഒരു പുതിയ ഫയലായിട്ട്. ഇനി അതുപോലെ മറ്റു ഓപ്പറേഷൻസ് ഉണ്ട്, അതായത് ഇമേജിനെ ഫ്ലിപ്പ് ചെയ്യുക. നമുക്ക് ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ഫ്ലിപ്പ് ചെയ്യാം. അപ്പോൾ CV2.flip ഇമേജ് ഒബ്ജക്റ്റിൻ്റെ പേര് കൊടുക്കുക. ഇവിടെ കൊടുക്കുന്ന വാല്യൂ 1 or 0 എന്നനുസരിച്ച് അത് ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ഫ്ലിപ്പിംഗ് ആയിരിക്കും. സോ 1 കൊടുത്തു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഫ്ലിപ്പിങ്ങും 0 കൊടുത്തു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഫ്ലിപ്പിങ്ങും ആയിരിക്കും സംഭവിക്കുക. ഇവിടെ നോക്കിയാൽ അറിയാം ഇമേജ് ഫ്ലിപ്ഡ് ആയിട്ടുണ്ട് ഹൊറിസോണ്ടലായിട്ട്. ദെൻ മറ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജിനെ മാസ്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് സെഗ്മെൻറ്റേഷൻ ടാസ്കുകളിലൊക്കെ നമുക്കൊരു റീജിയൻ ഓഫ് ഇമേജസ് നമുക്ക് മാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പോസിബിൾ. സോ അത് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്, ഞാൻ ഒരു പർട്ടിക്കുലർ റീജിയൻ എടുക്കുന്നതിന് പകരം ഇമേജിനെ ലോഡ് ചെയ്തു, അതിൻ്റെ കളർ സ്കീം BGR to RGB കൺവേർട്ട് ചെയ്തു യൂസിങ് OpenCV. അതിനുശേഷം ഞാനിതിനെ ഗ്രേ സ്കെയിലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഗ്രേ സ്കെയിൽ ഇമേജ് ഒരു കോപ്പി കണ്ടുപിടിച്ചു. അതിനുശേഷം ഗ്രേ സ്കെയിൽ വാല്യൂ ഒരു ബൈനറി ത്രഷോൾഡ് വെച്ച്, അതായത് 120ക്ക് എബോവ് ആണെങ്കിൽ ഒരു മാസ്ക് എന്നുള്ള രീതിയിലും ബിലോ ആണെങ്കിൽ നോൺ മാസ്ക് എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്തു. അതിനുശേഷം ഒരു മാസ്ക്ഡ് ഇമേജ് കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് നമ്മൾ IMShow കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ സീ ലൈക്ക് 120ക്ക് മുകളിൽ വരുന്ന പോർഷൻസ് എല്ലാം ഒരു മാസ്ക്ഡ് സിംഗിൾ കളറിലാണ് വരുന്നത്. അതിൻ്റെ താഴെ വരുന്നതെല്ലാം വേറൊരു സെറ്റ് ഓഫ് കളേഴ്സിലായിരിക്കും വരിക. ദെൻ മറ്റ് ചില ഓപ്ഷൻസ് ഉള്ളത് ബൗണ്ടിങ് ബോക്സസ് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ എഗെയിൻ ഇമേജ് ലോഡ് ചെയ്യുന്നു, അതിൻ്റെ കളർ സ്കീം കൺവേർഷൻ ചെയ്യുന്നു. OpenCV ലൈബ്രറി ഫങ്ഷൻസ് ആയതുകൊണ്ട് തന്നെ ബൗണ്ടിങ് ബോക്സ് വരയ്ക്കാനായിട്ട് ഞാൻ ഇമേജിൻ്റെ അതേ സൈസിൽ വരുന്ന ഒരു കോപ്പി എടുക്കുന്നു. കോപ്പി എടുത്ത ശേഷം എനിക്കൊരു റെക്റ്റാങ്കിൾ ആണ് വരയ്ക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു സ്പെസിഫൈ ദാറ്റ് ന്യൂ കോപ്പി. അതുപോലെ ഈ ബൗണ്ടിങ് ബോക്സിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണർ എവിടെ വരണം എന്നുള്ളത് ആ പിക്സൽ വാല്യൂ പറഞ്ഞു കൊടുക്കണം. ഞാനിവിടെ 50,50 എന്ന് പറയുന്ന വാല്യൂ ആണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ബൗണ്ടിങ് ബോക്സിൻ്റെ ടോപ്പ് ലെഫ്റ്റ് പൊസിഷൻ ഇവിടെ വന്നിട്ടുള്ളത്. ദെൻ അതിൻ്റെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്, ഈ ബോക്സിൻ്റെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് എത്രയായിരിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് ടപ്പിളിൽ പാസ് ചെയ്യുന്നത്. ഞാനിവിടെ 200/200 കൊടുത്തുകൊണ്ടാണ് എനിക്കൊരു സ്ക്വയർ ഷേപ്പിൽ കിട്ടിയിരിക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് റെക്റ്റാങ്കിൾ. അതുപോലെ ഇവിടെ ഒരു 3 വേരിയബിൾ വരുന്ന അല്ലെങ്കിൽ 3 വാല്യൂസ് വരുന്ന ടപ്പിൾ കൊടുത്തിരിക്കുന്നു. അത് ഈ ബൗണ്ടിങ് ബോക്സിൻ്റെ കളറിനെ സൂചിപ്പിക്കുന്നു. ദെൻ ഇവിടെ നമുക്കൊരു ന്യൂമറിക് വാല്യൂ കൊടുക്കാം. അത് 1 or 2 or 3 വരുന്നതനുസരിച്ച് ബൗണ്ടിങ് ബോക്സിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ആ ഒരു ലൈനിൻ്റെ വിഡ്ത്ത് കൂടുതൽ വലുതായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു ടെക്സ്റ്റ് അനോട്ടേഷൻ അല്ലെങ്കിൽ ലേബലിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് പുട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അഗെയിൻ നമ്മുടെ ബൗണ്ടിങ് ബോക്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇമേജിൻ്റെ കോപ്പി ആയിട്ടെടുത്ത വേരിയബിൾ പാസ് ചെയ്യുക. എന്ത് സ്ട്രിങ് ആണോ അപ്പിയർ ചെയ്യേണ്ടത് അത് കൊടുക്കുക. സ്ട്രിങ് അപ്പിയർ ചെയ്യേണ്ട പൊസിഷൻ ഇൻ പിക്സൽ വാല്യൂസ് കൊടുക്കുക. എനിക്കിവിടെ ഈ ബൗണ്ടിങ് ബോക്സിന് തൊട്ട് മുകളിലായിട്ട് വരണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ റോ പൊസിഷൻ 50 ബട്ട് അതിൻ്റെ ഹൈറ്റ് പൊസിഷൻ 40 ഞാൻ കൊടുത്തിരിക്കുന്നത്. കാരണം ഒരല്പം 10 പിക്സൽ ഹയർ പൊസിഷനിൽ വരാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് നമുക്കതിൻ്റെ ഫോണ്ട് ഏത് വേണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ സൈസ്, അതായത് ഈ എഴുതി വരുന്ന ഈ ടെക്സ്റ്റിൻ്റെ സൈസ് എത്ര വേണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. അതിൻ്റെ കളർ പറഞ്ഞു കൊടുക്കാം. അതിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബോൾഡ്നെസ് എത്ര വേണം എന്നുള്ളതും പറഞ്ഞു കൊടുക്കാം. ഇത് നമ്മൾ ഒരു സെയിം ഇമേജിൻ്റെ മുകളിലോട്ട് നമ്മളിത് റെക്റ്റാങ്കിളും അനോട്ടേഷനും ആഡ് ചെയ്ത ശേഷം IMShow കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ഒരേ ഇമേജിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പലപ്പോഴും ഒബ്ജക്റ്റ് ഡിറ്റക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട് എന്ന് മനസ്സിലായി. ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ബൗണ്ടിങ് ബോക്സ് വരച്ച് കാണിക്കേണ്ടതായിട്ടും അതുപോലെ അതിൻ്റെ ലേബൽ
ഇതുപോലെ അനോട്ടേഷൻ ചെയ്ത് കാണിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരാറുണ്ട്. അവിടെ നമുക്ക് ഈ ഫങ്ഷണാലിറ്റീസ് എല്ലാം ഹാൻഡി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. സോ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമേജസിൽ ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഇതിനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോസിലും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ബട്ട് ഫോർ ബേസിക് ഇമേജിൽ നമുക്ക് OpenCV അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിഷൻ ബേസ് ചെയ്തിട്ടുള്ള ടാസ്കുകളിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കതിൽ ഇമേജ് ലോഡ് ചെയ്യുക, ക്രോപ്പ് ചെയ്യുക, ഫ്ലിപ്പ് ചെയ്യുക, റീസൈസ് ചെയ്യുക, ബോണ്ടിങ് ബോക്സ് വരയ്ക്കുക, അനോട്ടേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ കോഡ് ബ്ലോക്സ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ കണ്ടത്. സോ ഇൻ ഡീറ്റെയിൽ നമ്മളിതിൻ്റെ കമ്പ്യൂട്ടർ വിഷൻ്റെ ഫണ്ടമെൻ്റൽസിലോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്. ബൈ.